മൂത്ത മരുമക്കള് രണ്ടുപേരും വന്നല്ലോ. ഇവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ വന്നതാ. ഒരു അത്യാവശ്യ കാര്യത്തിന് പുറത്തോട്ട് വന്നതാ. അഭിമന്യു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അപ്പോഴത്തെ എന്റെ വിഷമത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും മനസ്സിൽ വെക്കരുത്. ഞാനതൊക്കെ എപ്പോഴേ മറന്നു. അതെ, ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞാണ് നിങ്ങളുടെ അഭിനയൊക്കെ ദാ ഈ പിള്ളേരോട് കാണിച്ചാൽ മതിയെന്ന്. എന്നെ അമൃതയും പരസ്പരം തമ്മി തല്ലിച്ച് മഹേന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത് എനിക്കറിയാം. മോനെ, എല്ലാം മോന്റെ തെറ്റിദ്ധാരണയാ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഈ അമ്മ കൈപിടിച്ച് നടത്തി തരും. ആര് കൈപിടിച്ചാലും ഇല്ലെങ്കിലും അമൃതേച്ചിയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് അഭിയേട്ടൻ്റെതായിരിക്കും. മറിച്ചെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിവിടെ നടക്കില്ല. എന്റെ പ്ലാനുകൾ നടത്തിയെടുക്കാൻ എനിക്കറിയാം മക്കളെ. അമൃതയെ സ്വന്തമാക്കാമെന്നുള്ളത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രം. അഭിമന്യു, അമൃതയുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് മഹേന്ദ്രൻ കെട്ടിയ താലിയായിരിക്കും. സാർ, വാഹന പരിശോധനയാണെങ്കിൽ ആവശ്യമുള്ള രേഖകളൊക്കെ എന്റെ വണ്ടി തന്നെ ഉണ്ട് സാർ. അതൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. നിന്റെ പേരിലുള്ള കേസ് വേറെയാ. എങ്ങോട്ടാ സാർ? നിന്റെ അമ്മായിയുടെ വീട്ടിലേക്ക്. സാറ് കാര്യം അറിഞ്ഞാലേ എന്നോട് വരൂ അല്ലേ? അതെ, വഴിയെ പോകുന്ന ഒരാളെ അങ്ങനെ ഒരു കാരണമല്ലാണ്ട് പിടിച്ചോണ്ടാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കും മുമ്പ് പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ഓ, സാറിനെ റൂളും ചട്ടം പഠിപ്പിക്കുകയാണോ? എന്നാ കേട്ടോ, നിന്നെ അറസ്റ്റ് ചെയ്യ. ചാർജ് വധശ്രമം. വധശ്രമോ? മനസ്സിലായില്ലേ? മഹേന്ദ്രൻ എന്നൊരാളെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് ദേഹോദ്രവം ഏൽപ്പിക്കുകയും അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നത് നിന്റെ പേരിലുള്ള ചാർജ്. ഇനിപ്പോലോ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും എന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സാറിനുണ്ട്. അത് തന്നെയാ ഞാനിപ്പോ ചെയ്തത്. ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും നേരിട്ട് സ്റ്റേഷനിൽ ഹാജരാകുന്ന എന്നെ ഇത്രയും വലിയൊരു ഷോ ഓഫ് കാണിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓഹോ, ഞാൻ എന്റെ വണ്ടിയിൽ സ്റ്റേഷനിലേക്ക് വന്നേക്കാം. വലിയ ഔദാര്യമായി പോയി. ഞാൻ നിന്നെ വിളിച്ചത് നിന്റെ അച്ഛ വീട്ടിൽ സൽക്കാരത്തിന് പോകാനല്ല. വന്ന് വണ്ടി കേട്ടാ. ഇടാപോടാന്നൊക്കെ താൻ തന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. പോലീസുകാരോട് തറുതല പറഞ്ഞോടാ. നിനക്കുള്ള പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ലോക്കപ്പിലെ സുഖവാസം എന്താണെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ. പിടിച്ച് കയറ്റവനെ. വണ്ടി ഇടും. ശരി സാർ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.